എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലക്കം തൃശ്ശൂരിലേക്ക് സ്വാഗതം. കലോത്സവത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എല്ലാവരും ഉണ്ട്. ഇന്നത്തെ മൂന്നാം ദിവസം, കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കലക്കം തൃശ്ശൂർ പവേർഡ് ബൈ ജെയിൻ ഡീംഡ് to be University Kochi, Vismaya Amusement Park, Madam Curie, Entrance Academy, Swarnamukhi Gold and Diamonds, Kerala Gramin Bank, AM Motors, Indoor Properties and Kasavagada. തുടങ്ങാം, ആരംഭിക്കല്ലേ? ഏതായാലും 9:30 ആ മത്സരങ്ങളൊക്കെ തന്നെയും ആരംഭിക്കും. ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയാണ് ഇന്നത്തെ പ്രധാന ആദ്യ മത്സരം എന്ന് പറയേണ്ടത്. നമുക്ക് മത്സരം കാണുന്ന വേദി ഒന്നിൽ ഇതാണ് ഒന്നാം വേദി. ഇവിടെ നിന്നാണ് കുച്ചിപ്പുടിയോടുകൂടി വേദികൾ ഉണരുക. അതിന് പിന്നെ ഈ എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കണ്ടേ? പിന്നെ തീർച്ചയായും കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. വൈകിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാനും അമലും ഭയങ്കര അടിയോടടി. കണ്ണൂര് കപ്പ് കൊണ്ടുപോകുന്നതാണ് ലാസ്റ്റ് അമല് വീരവാദം മുഴക്കിയത്. വിട്ടുകൊടുക്കണം നമുക്ക്. പക്ഷേ അതായത് നിലവിൽ കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത്. ഇത്തവണ കപ്പ് നമ്മൾ വിട്ടുതരില്ല വിൻഷ, കോഴിക്കോട് സ്വന്തമാക്കും. പക്ഷേ വലിയ പ്രശ്നം എന്താ, തൃശ്ശൂര് പലപ്പോഴായി ചിത്രങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. മൂന്നാം സ്ഥാനത്തൊക്കെ മെല്ലെ 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 കയറി ഒന്നാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തവണ കലോത്സവത്തിന്റെ കഴിഞ്ഞ തവണ അതായിരുന്നു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തൃശ്ശൂർ കയറി വരുന്ന ഒരു കാഴ്ച. അപ്പോൾ തൃശ്ശൂരിന് മാത്രമല്ല മറ്റ് ജില്ലകൾക്കും ചാൻസ് ഉണ്ട്. അവസാന സമയം വരെ ഉത്തേജനകമായ പോയിന്റ് നിലയിൽ നല്ല നല്ല മാറ്റങ്ങൾ. അപ്പോൾ ഇതാ സിജു കണ്ണൻ, കുറേ ദിവസമായി നമ്മുടെ പ്രേക്ഷക സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്, സിജു കണ്ണൻ എവിടെ, സിജു കണ്ണൻ എവിടെ? സ്റ്റോറിയിൽ മാത്രമേ സിജുവിന്റെ തല കാണുന്നുള്ളൂ, ഒരു ലൈവിലും സിജു കണ്ണൻ എവിടെയാണ്? കലോത്സവം കോർഡിനേറ്റർ. നമ്മുടെ കലോത്സവം ടീം എന്ന് പറയുന്ന ഒരു 40 പേരടങ്ങുന്ന സംഘമാണ് കൈരളി ഈ കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ ശബ്ദ സംവിധാനം ഒരുക്കുന്നവർ, വെളിച്ചം ഒരുക്കുന്നവർ, ക്യാമറ ഒരുക്കുന്നവർ, നമ്മൾ ഈ നിരന്ന് നിൽക്കുന്ന 7 കൊമ്പന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ റിപ്പോർട്ടർമാർ എല്ലാവരെയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ കോർഡിനേറ്റർ ആണ്. ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട് കോർഡിനേറ്റർക്ക്. അപ്പൊ എന്താ പറയാ, കുട്ടിപ്പൂരം കുട്ടിക്കയറാണ്. അപ്പൊ 3ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു ആവേശം തൃശ്ശൂര് പറഞ്ഞല്ലോ, നമ്മൾ ഈ പൂരം ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ പുലികളികൾ ഏറ്റെടുക്കുന്നു. ഞാൻ ഇങ്ങനെ കാണാറുള്ളത് ഒരു ആഘോഷത്തിന്റെ ഒരു നാടാണെന്നാണ് എനിക്ക് തൃശ്ശൂരിനെ ഫീൽ ചെയ്യാറുള്ളത്. കാരണം എല്ലാം അവർക്കൊരു ആവേശമാണ്. തൃശ്ശൂർക്കാരോട് സംസാരിക്കുമ്പോൾ പോലും വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. എന്തുട്ടാ ഗഡി തുടങ്ങിയത് ആ സംസാരം പോലും ഒരു നെഗറ്റീവ് ടോണിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഡായി അവരൊരു വളരെ അവരുടെ ഉത്സവമാക്കി തൃശ്ശൂരുകാർ മാറ്റുന്നില്ലേ കലോത്സവത്തെ? അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ തന്നെ വലിയൊരു പോസിറ്റീവ്. ശരിക്കും വിസ്മയം കാണണമെങ്കിൽ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെയാണ് വിസ്മയം എന്ന് പറയേണ്ടി വരും. മറ്റെവിടെയും ഇല്ല വിസ്മയം. അതെ അതെ, ഇതാണ് വിസ്മയം. അതെ, തീർച്ചയായും മികച്ച പല പല വിസ്മയങ്ങളും ഉണ്ട്. പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിസ്മയം ഉണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കലോത്സവ നഗരിയിലേക്ക് സ്വാഗതം, കലക്കം തൃശ്ശൂരിലേക്ക് സ്വാഗതം. കലാവിസ്മയങ്ങൾ നിരവധിയാണ്. ഇന്നലെ സ്വാതി രാവിലെ മുങ്ങിയതാണ് നാടകവേദി. നാടകം എന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ രാവിലെ പോയിട്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്തു വരാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ചില പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള നാടകങ്ങൾ നല്ല നിറഞ്ഞ സദസ്സ്. കണ്ട നാടകങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കണ്ട നാടകങ്ങള് മേമുണ്ട സ്കൂളിന്റെ നാടകം ഗംഭീര നാടകമായിരുന്നു. കോഴിക്കോടിനോട്ട് പോയെന്നെ ഞങ്ങള് പറഞ്ഞതാണ്. കോഴിക്കോട് ഇവിടുന്ന് കാവടി തുള്ളി പോയത് കൊല്ലത്തുനിന്ന് നാടകം വരുന്നുണ്ട്, കലാകേന്ദ്രത്തിൽ നാടകം വരുന്നുണ്ട് പറഞ്ഞിട്ട്. കഴിഞ്ഞ തവണ മേമുണ്ട നാടകം ചെയ്ത അതേ സ്കൂള് അതേ അധ്യാപകർ തന്നെയാണ് ഇത്തവണയും മേമുണ്ടെന്ന് നാടകമായി വന്നത്. പിന്നീട് കണ്ണൂരത്തെ നാടകം നല്ല നാടകമായിരുന്നു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള നാടകം ഒട്ടും മോശമല്ലായിരുന്നു, നല്ല നാടകമായിരുന്നു. എൻ്റെ ജില്ല കൂടിയായിട്ട് ഞാനത് എടുത്തു പറയും. അപ്പോൾ നാടകം ഗംഭീരായി നടന്നു, പുരോഗമിച്ചു. നിറഞ്ഞ സദസ്സായിരുന്നു. രാത്രിയായിട്ടും ആളുകളൊന്നും തന്നെ ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പൊ ഇന്നലെ നാടക വേദിക്ക് വേണ്ടി ഞാൻ സമയം ഇൻവെസ്റ്റ് ചെയ്തു. നാടകത്തിന്റെ ഒരു അധികം സ്റ്റോറി സ്വാതിയുടേതായി